കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്നും ഏറെ പ്രതീക്ഷകൾ നൽകുന്ന വാർത്തകളാണ് കോൺഗ്രസ് സംബന്ധിച്ച് വന്നിരിക്കുന്നത്. അതായത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ 12 ഇടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അതിലെ ഫലം വന്നപ്പോഴാണ് കോൺഗ്രസിന് പ്രതീക്ഷകൾ വർദ്ധിക്കുന്നത്. 12-ൽ 7 BJP നേടിയെങ്കിലും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമെന്ന് പറയുന്നത് BJPയുടെ കയ്യിലുള്ള 2 സീറ്റുകൾ BJPക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതിലൊന്നിൽ ജയിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ്, മറ്റൊന്നിൽ ഫോർവേഡ് ബ്ലോക്കും. അതാണ് കോൺഗ്രസിന് ആശ്വാസം പകരുന്നത്. ബാക്കിയുള്ള 3 സീറ്റുകൾ പ്രതിപക്ഷമായ ആം ആദ്മി പാർട്ടി നിലനിർത്തുകയും ചെയ്തിരുന്നു. ഇതിൽ BJPയുടെ കുത്തക മണ്ഡലമായ സംഗം വിഹാർ കോൺഗ്രസ് പിടിച്ചെടുത്തത് ചെറിയ വോട്ടുകൾക്കല്ല, 3628 വോട്ടുകൾക്കാണ് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സുരേഷ് ചൗധരി വിജയിച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഇവിടെ 12766 വോട്ടുകൾ ലഭിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്ത് വന്ന BJP സ്ഥാനാർത്ഥിയായ സുബ്രജിത് ഗൗതം നേടിയ വോട്ടുകൾ 9138 വോട്ടുകൾ മാത്രമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു സാധാരണ വിജയമായി കണക്കാക്കാൻ സാധിക്കില്ല. കാരണം ബീഹാറിലടക്കം കോൺഗ്രസ് മുന്നോട്ട് പോയപ്പോൾ ഈ ഒരു വിജയം ഇപ്പോൾ ആശ്വാസം പകരുന്ന ഒന്നാണ്. ഡൽഹിയിലാണ് കോൺഗ്രസ് ഈ വിജയം നേടിയിരിക്കുന്നത്. മാത്രമല്ല BJPയുടെ സീറ്റാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. അത് ആഘോഷിക്കാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനവും. ബീഹാറിലടക്കം വലിയ പരാജയങ്ങൾ നേരിട്ട കോൺഗ്രസ് ഇനി പ്രതീക്ഷ വേണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും മറുപടി വന്നിരിക്കുന്നത്. ഗ്രേറ്റർ കൈലാഷ്, ഷാലിമാർ ബാഗ്, അശോക് ബിഹാർ, ചാന്ദ്നി ചൗക്ക്, ചാന്ദ്നി മഹൽ, സംഗം വിഹാർ, ദക്ഷിൺപുരി തുടങ്ങിയ 12 വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഡൽഹി മുഖ്യമന്ത്രിയായ രേഖാ ഗുപ്ത ഉൾപ്പെടെയുള്ളവർ പ്രതിനിധീകരിച്ചിരുന്ന വാർഡുകളാണിത്. കോർപ്പറേഷൻ അംഗങ്ങൾ നിയമസഭയിൽ മത്സരിച്ച് ജയിച്ചതോടെയാണ് ഇവിടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. 2 സീറ്റുകൾ കുറഞ്ഞെങ്കിലും മുനിസിപ്പൽ കോർപ്പറേഷനിലെ BJP ഭരണത്തെ ഇത് ബാധിക്കില്ല. ആകെയുള്ള 250 സീറ്റുകളിൽ 112 സീറ്റുകളാണ് നിലവിൽ BJPക്കുള്ളത്. പ്രതിപക്ഷമായ ആം ആദ്മി പാർട്ടിക്ക് 102 സീറ്റുകളുണ്ട്. കോൺഗ്രസിന് 9 സീറ്റുകളാണ് ഇപ്പോൾ ഉള്ളത്. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഉറപ്പായും പല അത്ഭുതങ്ങളും ഡൽഹിയിൽ സൃഷ്ടിച്ചെടുക്കുവാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇരു പാർട്ടികളും പരസ്പരം പോരാടുന്ന കാഴ്ചയാണ് ഡൽഹിയിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് മുനിസിപ്പൽ ഭരണം BJPയിലേക്ക് പോയത്. ആം ആദ്മി പാർട്ടി BJPയെ വിജയിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ കോൺഗ്രസുമായി സഖ്യത്തിന് തയ്യാറാകാത്തത് എന്നതായിരുന്നു കോൺഗ്രസ് ഉയർത്തിയ വാദമുഖങ്ങൾ. കോൺഗ്രസിന് BJPക്ക് ബദലാകാൻ കഴിയില്ല എന്നുള്ളതും BJPക്ക് ബദൽ ആം ആദ്മി പാർട്ടി മാത്രമാണ് എന്നുള്ളതായിരുന്നു കെജ്രിവാൾ പറഞ്ഞത്. എന്നാൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെജ്രിവാൾ അടക്കം 8 നിലയിൽ പൊട്ടി. ഈ ഉപതെരഞ്ഞെടുപ്പിലെങ്കിലും സഖ്യസാധ്യത കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇപ്പോൾ നേടിയ ഈ 5 സീറ്റിൽ കൂടുതൽ സീറ്റുകൾ നേടി പ്രതിപക്ഷത്തിന് കരുത്ത് തെളിയിക്കുവാൻ സാധിക്കുമായിരുന്നു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലം BJPക്ക് അല്പം കയ്പ് നൽകുന്നതാണ്. 2 സീറ്റുകളാണ് BJPയുടെ കയ്യിൽ നിന്നും പോയിരിക്കുന്നത്.